സത്യം എനിക്ക് ഉദ്ഘാടനം നടത്തുന്നത് എനിക്ക് ആദ്യത്തെ ഒരു അനുഭവത്തിന് അതിന് ഇതിന്റെ സംഘാടകർ എല്ലാവരും ഞാൻ നന്ദി പറയാം. ഉദ്ഘാടനം കിട്ടാറില്ല. ഇതൊക്കെ എവിടുന്ന് കിട്ടുന്നില്ല. സാധാരണക്കാരല്ല, അതിൻ്റെ താഴെ നിന്ന് അങ്ങനത്തെ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന എനിക്ക് ഇങ്ങനൊരു സാഹചര്യത്തിൽ നിന്ന് ചെയ്യാൻ അവസരം എങ്ങനെ കിട്ടി? അത് നിങ്ങൾ പറയും ദൈവത്തിന് അനുഗ്രഹമാണ് അല്ലെങ്കിൽ ലക്കാണ് എന്നൊക്കെ പറയാം. ശരിക്കും അതൊരു ഘടകം ലക്ക് ഇതിലോട്ട് കാണാൻ നമ്മളെ ഓരോരുത്തരും ഈ വീരമെന്ന പ്രസ്ഥാനത്തിൽ വന്നത്. പക്ഷേ ലക്കല്ല, അത് ഒരു ചൂസാണ് അല്ലെങ്കിൽ ചോയ്സാണ്. കാരണം നമുക്ക് ഒരുപാട് അറിയാം, നമ്മൾ തന്നെ ഒരുപാട് എല്ലയമാരെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ആ എല്ലയമാരെ ഇവിടെ വന്ന് കേൾക്കുന്നു, കാണുന്നു, ഇത് മനസ്സിലാക്കുന്നു, പഠിക്കുന്നു. എന്നിട്ട് അവർ ഇങ്ങോട്ട് കയറുന്നേ ഇല്ല. ഇന്റർവ്യൂവിന് വന്നിട്ട് അവർ തിരിച്ചു പോകണം. പഠിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്, പക്ഷെ അവർ വരുന്നില്ല. എന്തുകൊണ്ടാണ്? നിങ്ങൾ ആരും തിരിച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ കുറേ അനലൈസേഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ പിന്നെ കുറേ ആൾക്കാർ വരുന്നു, 5-6 മാസം പണിയെടുക്കുന്നില്ല, 1-2 കൊല്ലം പണിയെടുക്കുന്നു, പക്ഷെ ഒന്നും റിസൾട്ട് തരാൻ സാധിക്കുന്നില്ല. അവർ തിരിച്ചു പോകും, ചിലപ്പോൾ മടക്കി ഇല്ലെങ്കിൽ ചട്ടത്തിൽ ഒട്ടുകയും ജീവിച്ചിരിക്കുന്ന രീതിയിൽ ഇങ്ങനെ വരുന്നു. പിന്നെ ക്യാഷ് അടച്ചിട്ട് പോകുന്നു. ഇന്നലെ ഞാൻ എൻ്റെ സാലറി വാങ്ങിക്കാനാണ് ഞാൻ തലക്കോട് രാജിവെക്കുമ്പോൾ ആകെ അത് പേര് പറയുന്നില്ല. ചേച്ചി ചോദിച്ചു നേരത്തെ പറഞ്ഞു പൈസ എടുക്കാൻ എനിക്ക് ഇതിലുള്ള വിശ്വാസം, ട്രസ്റ്റ്, ഇതേ ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഇല്ലാത്തതിൻ്റെ കാരണത്തിലാണ് അങ്ങനെ പല ആൾക്കാരും ഇതിൻ്റെ പ്രവർത്തനം നടത്തിയത്. ആ സ്ഥാനത്ത് ഇപ്പോൾ വീരന്റെ ട്രാൻസ്പോർട്ട്, വീരം ഗോൾഡ്, വീരം സിമന്റ്, ഇങ്ങനെ ഒരു കേരളത്തിൽ ഏറ്റവും വലിയ ഫസ്റ്റ് ബ്രാൻഡ് വന്നത് കലിതൂർ ബ്രാൻഡാണ്. നമുക്ക് അനുമാനത്തോട് പറയാൻ പറ്റും. ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് ഈ വീരെന്ന പ്രസ്ഥാനത്തിനെ നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നില്ല, പിന്നെ വലിയ കാര്യങ്ങളാണ്. എഫേർട്ട് ഇടുക, ട്രസ്റ്റ് ചെയ്യുക, കണ്ടിന്യൂറ്റി പ്രവർത്തിക്കുക. ഇങ്ങനെ ചെയ്തുകൊണ്ട് സ്റ്റേറ്റ് ആവാൻ സാധിച്ചെന്ന് വെച്ചാൽ അത് ലക്കിക്കൊണ്ടാണ്. മലയാളത്തിൽ ലക്കാണെന്ന് പറയും. ലക്കിനെ ഞാൻ ഒരു എത്തിപ്പിടിക്കണമെങ്കിൽ അതിൻ്റെതായിട്ട് സ്വഭാവ വൈശിഷ്ട്യം, ക്വാളിറ്റി നമ്മുടെ ലൈഫിൽ ഏതൊരു കാര്യം നമുക്ക് അറിയാം. നമ്മൾ ചെയർമാനായ സാധാരണക്കാരനായ ആൾക്കാർ വന്നത് പോലും ഇപ്പോൾ ഡയറക്ടറുടെ ചുമതല ഏൽപ്പിച്ച് അവർ ചെയർമാൻ്റെ കൂടെയുണ്ട്. നിങ്ങൾക്ക് മാറാം. അതുപോലെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ചെറുകുന്നിലൊരു ബ്രാഞ്ച് വേണം. തളിപ്പള്ളിലെ പല ലീഡേഴ്സിനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ചെറുകുന്നിൽ നമുക്കൊരു ബ്രാഞ്ച് കൊണ്ടുവരണം. ചെറിയ ഗിഫ്റ്റും കാരണം ഈ സഹകരണ രംഗം എന്ന് പറയുമ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കൺട്രോളായിരുന്നു മുഴുവനായിട്ട് സഹകരണ രംഗം കൈയടക്കി ചെയ്തത്. അന്ന് കേന്ദ്ര ഗവൺമെന്റ് കീഴിലെ ഒരു നിയമം, ബ്രിട്ടീഷ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്ന് പറയുന്ന ആക്ട് ഉണ്ടെങ്കിൽ കൂടി അതിന് സ്വന്തമായിട്ടൊരു വകുപ്പുണ്ടായിരുന്നില്ല. അതിന് സഹകരണ വകുപ്പിന് ബദലായിട്ട് കാർഷിക മന്ത്രാലയം, അഗ്രികൾച്ചർ മിനിസ്റ്ററാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു വാടക വീട്ടിലാണ് ഈ പറഞ്ഞ കേന്ദ്ര ഗവൺമെന്റാൽ നിയന്ത്രിക്കപ്പെടുന്ന സഹകരണ സ്ഥാപനങ്ങളൊക്കെ അന്ന് പ്രവർത്തിച്ചിരുന്നത് കൊണ്ട് അതിന് പ്രത്യേകിച്ച് അതിൻ്റെ ഡെവലപ്മെന്റ്സിന് വേണ്ടിയിട്ടോ അതിൻ്റെ ഒരു പ്രോഗ്രസിന് വേണ്ടിയിട്ടോ നിലനിൽപ്പിന് വേണ്ടിയിട്ടോ കാര്യമായ നിയമങ്ങളൊന്നും അന്ന് ഉണ്ടായിരുന്നില്ലെങ്കിൽ പിന്നീട് 2019 ശേഷം പല നിയമങ്ങളും വന്നു. കേന്ദ്ര സഹകരണ വകുപ്പ് വരികയും പെർസണൽ നിയമം വരികയും നിക്ഷേപ കേന്ദ്ര ബില്ലൊക്കെ വന്ന് ഇന്ന് കേരളത്തിലുള്ള സംസ്ഥാന സഹകരണ നിയമത്തിനോടൊപ്പം നിൽക്കുന്ന കടപിടിച്ച് അല്ലെങ്കിൽ അതിനേക്കാളേറെ നിൽക്കുന്ന രീതിയിലേക്ക് ഇന്ന് മൾട്ടി-സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി മാറുകയാണ്. അതായത് കേന്ദ്ര ഗവൺമെന്റ്, കേന്ദ്ര രജിസ്ട്രാണോ നിയന്ത്രിക്കപ്പെടുന്ന ഒരു സഹകരണ സ്ഥാപനം നമ്മുടെ നാട്ടിലുള്ള കോപ്പറേറ്റീവ് സ്ഥാപനങ്ങളെക്കാൾ കിടപിടിക്കുന്ന രീതിയിലേക്ക് വളർന്ന ഒരു കാലഘട്ടമാണ്.
പനിമതിയായി സ്നേഹനിലാവ് പൊടിക്കില്ലെന്നറിയാം ഇനിയുന്നൻ പ്രണയച്ചില്ല പൊഴിയും അനുരാഗ പൂക്കൾ നീ വന്നറിയും